ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജോണറിൽ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ആസിഫ് അലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം. സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണറിൽ വരുന്ന സിനിമകൾ, അല്ലെങ്കിൽ അതിൽ വരുന്ന ഫിക്ഷനുകൾ, അല്ലെങ്കിൽ അതിൽ വരുന്ന വേറെ സാഹിത്യപരമായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുള്ള, അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള ഫാക്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കഥാകാരനോ ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറോ അതേ സംഭവത്തിന്റെ ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് നമുക്ക് മുന്നിലോട്ട് ഒരു ഫിക്ഷന്റെ സഹായത്തോടു കൂടി കൊണ്ടുവരുന്നതിനാണ് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സംഭവത്തിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിൽ രേഖാചിത്രം എന്ന് പറയുന്ന ഈ സിനിമയിൽ ജോഫിൻ ടി ചാക്കോ ചെയ്തത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം 1980s അവസാനത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ, ഇപ്പോഴും ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന, ഭരതൻ സംവിധാനം ചെയ്ത, ജോൺ പോൾ തിരക്കഥ എഴുതിയ ഒരു മനോഹരമായ ചിത്രമാണ് കാതോട് കാതോരം. മമ്മൂട്ടി അതുപോലെ തന്നെ സരിത ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചൊരു സിനിമ കൂടിയാണിത്. ആ സിനിമയിലെ ഒരു പ്രത്യേക പോർഷനുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത് വരുന്ന രീതിയിൽ രേഖാചിത്രം എന്ന് പറയുന്ന ഈ സിനിമയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എലമെന്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കണക്ഷൻസ് ഒക്കെ അദ്ദേഹം സിനിമയിൽ വളരെ മനോഹരമായിട്ട് തുന്നി ചേർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ, ലൈക്ക് ഈ ജോൺ പോളിന്റെ ഒരു സഫാരി ചാനൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ അനുഭവങ്ങൾ, അതുപോലുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ റിയൽ ലൈഫിലുള്ള ആക്ടേഴ്സിന്റെ ഓരോ അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു സിനിമാറ്റിക് ഫിക്ഷന്റെ രീതിയിലോട്ട് വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ, സ്ലോ ബേസിൽ പോകുന്ന ഒരു ക്രൈം ത്രില്ലർ ആയിട്ട് അത് എടുത്തു വെക്കാൻ ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന ആ സംവിധായകന് സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു എലമെന്റ്, അതായത് ഈ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ക്രൈം ത്രില്ലർ ആയിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് സിനിമയ്ക്ക് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് എക്സ്പീരിയൻസ് നൽകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ തന്നെ സിനിമ മുഴുവൻ കണ്ടു തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് എലമെന്റ്സ് സിനിമയിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ പുതിയ കാലത്തിന്റെ പുതിയ രീതിയിലുള്ള ടെക്നോളജീസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പുതിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പരീക്ഷിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല, അത് ഒരു ചെറിയ സ്പോയിലറായി മാറിയേക്കാം എന്നുള്ളത് കൊണ്ട് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ എൻജോയ്മെന്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. വളരെ നീറ്റായിട്ട് ഡീസന്റ് ആയിട്ട് അത് ആ ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ആസിഫ് അലി വളരെ നന്നായിട്ട് തന്നെ ആ പോലീസ് ക്യാരക്ടർ ക്യാരി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ ഹിറ്റ് ആയിരുന്നു തലവ് എന്ന് പറയുന്ന മൂവി. അതിൽ നിന്നും വളരെ വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏകദേശം ഒരു ഷെയ്ഡൊക്കെ ഉള്ള മാനേഴ്സും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രകടനം 100% ഡെലിവേർഡ് ആയിട്ടുണ്ട് ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ അനശ്വര രാജനായാലും സിദ്ദിഖ് ആയാലും എല്ലാവരും അവരവരുടെ റോളുകൾ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ജനിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. സാധാരണ ഒരു ക്രൈം ത്രില്ലർ കാണുമ്പോൾ വളരെ പേസിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് കണ്ടുവരാറ്. അത് ഒരു ഹൈ BGM-ഉം കുറച്ചൊരു സഡൻ ലോ ആവുന്ന തരത്തിലുള്ള കഥാഗതിയും, പിന്നെ വീണ്ടും ഹൈ ഫൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താവുന്ന തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്ത തരത്തിലാണ് സാധാരണ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സ് കൊടുക്കുന്ന തിരക്കഥയിൽ കൊടുക്കുന്ന ഓരോ എലമെന്റ്സിന്റെ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെ നിങ്ങളൊരു മിനിമലിസ്റ്റിക് ആർട്ട്, അല്ലെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ആർട്ട് ഗാലറിയിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് മൈൻഡുള്ള ആളാണ് ഈ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു ഡീസന്റ് ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ എന്ന്
എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മനോഹരമായ ചിത്രമാണ് രേഖാചിത്രം. നിങ്ങൾ ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ട ആളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.